വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷൻ്റെ മലയാളത്തിൻ്റെ മോഡൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും പഠിച്ചു വരിക. ഇനി ഇവിടെ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊന്ന് വായിക്കാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകുന്തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി. എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. അതായത് ഇവിടെ ഈ വരികൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പം ഇതിൻ്റെ താഴെ ഇതിൽ നിന്നും ചോദ്യം തന്നിട്ടുണ്ട്, ഇതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് എയിൽ തന്നിട്ടുള്ളത് എന്താന്ന് നോക്കാം. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എവിടെയാണ് പുഴ ജനിച്ചത് എന്നാണ് കേട്ടോ. കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. ഏതാണ് അതിൻ്റെ ആൻസർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മലമുകളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടല്ലോ മുകളിൽ, അത് നിങ്ങൾ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. അപ്പോൾ അടുത്തത് ബി നോക്കൂ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏത്? എ നീര്, ബി അഭയം, സി ആഴം, ഡി മത്സ്യം. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ വരിക? എ ആണ് കേട്ടോ. നീര് എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് സി നോക്കൂ. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? എ വലിയ വെള്ളച്ചാട്ടം പോലെ, ബി ചെറിയ നീർച്ചാല് പോലെ, സി വലിയൊരു പാറ പോലെ, ഡി ചെറിയ കല്ല് പോലെ. അപ്പം ഏതായിരിക്കും അതിൻ്റെ ആൻസർ? ബി ആണല്ലേ, ചെറിയ നീർച്ചാല് പോലെ. ഇനി അടുത്തത് ഡി നോക്കൂ. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്ന് ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കാം പുഴ ഉദ്ദേശിക്കുന്നത്? എ ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. ബി വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. സി കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. ഡി വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബി ആണല്ലേ, വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നാണ് ആൻസർ. അപ്പം നിങ്ങളിവിടെ ഇതുപോലെയുള്ള ലെറ്ററുകളെല്ലാം എഴുതും. ആ ബി എന്ന കോളത്തിൽ എന്താണോ എഴുതിയത് അതാണ് നിങ്ങൾ പേപ്പറിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് ഈ പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? എ പാറ, ബി മത്സ്യം, സി മരം, ഡി മല. ഇതിൻ്റെ ഉത്തരം എന്താണ്? പാറയാണ് കേട്ടോ. എ ആണ് എഴുതുക. ഇനി അടുത്തത് കവിതയുടെ താളത്തിൽ എഴുതി നോക്കൂ. ഇവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്ത് ഈ വരികൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറും കൂടെ എഴുതാം. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. ഇതിൻ്റെ ബാക്കിയും കൂടെ നമുക്കിവിടെ എഴുതാം. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ, ചിറകുകൾ വീശി പറവകൾ വന്നേ, തുള്ളിച്ചാടി മാൻകുട്ടികൾ വന്നേ, കാട്ടിലെങ്ങും സന്തോഷത്തിൻ്റെ മേളമാണ്. ഈ വരികൾ അവിടെ ചേർക്കാം. ഇനി പ്രവർത്തനം 3 സംഭാഷണം എഴുതാനാണ്. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവെക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതി നോക്കാം. വെള്ളരിപ്രാവ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ കുഞ്ഞരിപ്രാവ് പറഞ്ഞതും തിരിച്ച് വെള്ളരിപ്രാവ് പറഞ്ഞ സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ ഇതൊന്ന് വായിക്കാം. വെള്ളരിപ്രാവ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അപ്പോൾ കുഞ്ഞരിപ്രാവ്, അതെ, ഞാൻ ഇന്ന് കാട്ടിലെ ഉത്സവം കാണാൻ പോയിരുന്നു.
ഇനി വെള്ളരിപ്രാവ്. ആഹാ, ആരൊക്കെയാണ് അവിടെ കണ്ടത്? ഇപ്പൊ കുഞ്ഞരിപ്രാവ് എന്താ പറയുന്നത്? മയിലുകളും മാൻകുട്ടികളും മറ്റു കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. പാട്ടും ആട്ടവും കൊണ്ട് കാട് മുഴുവൻ സന്തോഷത്തിലായിരുന്നു. വെള്ളരിപ്രാവ്, അടുത്ത തവണ പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടുമല്ലോ. അപ്പം കുഞ്ഞരിപ്രാവ് എന്താ പറയുന്നത്? തീർച്ചയായും അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോകും. അപ്പം ഇങ്ങനെയാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത നോക്കൂ. കവിത വായിക്കൂ. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ ഉള്ളത് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ മാനത്തുള്ളവ അമ്പിളി, ബാക്കി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഴത്തുള്ളവ എന്ന് കൊടുത്തിട്ട് ആമ്പൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 നിങ്ങൾ എഴുതണം. എന്നിട്ട് കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കാനും നിറം നൽകാനുമാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ്, ഒരു കടങ്കഥ തന്നിട്ടുണ്ട്. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയിൽ കണ്ടില്ലേ? മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. കടങ്കഥക്ക് ഉത്തരം കണ്ടെത്താൻ അതിൽ ഒന്നാമത്തെ കടങ്കഥ, കിഴക്കു കാണാം കാലത്ത്, തലക്ക് മീതെ ഉച്ചക്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്നുണ്ടെങ്കിൽ എഴുതുക. 2ൻ്റെ ആൻസർ ഇവിടെ പറയാം. മാനത്തുള്ളവ അമ്പിളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 2 സൂര്യൻ, മഴവില്ല്. ഇനി അടുത്തത് താഴെയുള്ളവ ആമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യകാന്തികൾ, മയിലും മാനുകളും. ഇത് 2ഉം എഴുതാം. കുറച്ച് കടങ്കഥകൾ നോക്കാം. കിഴക്കുദിക്കും കാലത്ത്, തലക്ക് മീതെ ഉച്ചക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കും പറയൂ ഞാനാര്. ആരാണ് ആൻസർ? സൂര്യനാണ്. ഇനി അടുത്തത് കരയില്ലാത്ത കടലിലെ കൊച്ചു തോണി, തുഴയില്ലാതെ ഓടുന്ന കൊച്ചു തോണി. ഇതിൻ്റെ ഉത്തരം അമ്പിളി അല്ലെങ്കിൽ ചന്ദ്രൻ. മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം, ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ. രാത്രിയിൽ മിന്നും പകൽ മറയും ആകാശ പൂന്തോട്ടത്തിലെ കൊച്ചുപൂക്കൾ ഏവ. എന്താണ്? നക്ഷത്രമാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് അനുഭവ വിവരണമാണ് കേട്ടോ. നിങ്ങളെ അനുഭവങ്ങൾ, അതായത് നിങ്ങളെ സ്കൂളിലുണ്ടായ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എഴുതിയാൽ മതി. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ല. എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്കു ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവെച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെടുന്ന അലങ്കാരം അല്ലെങ്കിൽ സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിന അനുഭവം വിവരണമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതി നോക്കാം. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതാം? ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായിരുന്നു. സ്കൂളും ക്ലാസ് മുറികളും തോരണങ്ങളും പൂക്കളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. അധ്യാപകരും മുതിർന്ന കൂട്ടുകാരും ഞങ്ങളെ മധുരം നൽകി സ്വീകരിച്ചു. അവധിക്കാലത്തിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അവധിക്കാലത്തെ വിശേഷങ്ങൾ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു. പാട്ടും കളികളും വിതരണവുമൊക്കെയായി ആ ദിവസം എനിക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഇതെഴുതുക. ലാസ്റ്റ് തന്നിട്ടുള്ളൊരു പ്രവർത്തനം ഡയറി എഴുതാനാണ്. ഡയറി ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ എന്താണ്, ഡയറി കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മേലൊരു ഡേറ്റ് കൊടുക്കാം. ജൂൺ 3 തിങ്കൾ. വളരെ സന്തോഷവും പ്രത്യാശയും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. വേനൽ അവധിക്കാലത്ത് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യത്തിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ പുതിയ യൂണിഫോമും ബാഗും കുടയും ഒക്കെയായി സ്കൂളിലെത്തി. സ്കൂൾ മുറ്റം തോരണങ്ങൾ കൊണ്ടും ബലൂൺ കൊണ്ടും മനോഹരമായി അലങ്കരിച്ചു. പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് വലിയൊരു സ്വാഗത പരിപാടിയാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയിരുന്നത്. പുതിയതായി ചേർന്ന കുഞ്ഞു കൂട്ടുകാരെ മധുരം നൽകിയും പൂച്ചെണ്ടുകൾ നൽകിയുമാണ് സ്വീകരിച്ചത്. പഞ്ചവാദ്യവും വിവിധ കലാപരിപാടികളും അന്തരീക്ഷത്തെ ഒന്നാകെ ഉത്സവമയമാക്കി. നിങ്ങളെ 3ാം ക്ലാസ്സിലെ മോഡൽ പേപ്പർ ഇത് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് ആവശ്യപ്പെട്ട ക്ലാസ്സുകളാണ് ഈ ഓണം മോഡൽ എക്സാമിൻ്റെ പേപ്പറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉപകാരപ്പെടുത്തുക. ഇനിയും വീണ്ടും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക.